നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു മൈൻഡ് റീഡിംഗ് ടെസ്റ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെപ്പറ്റി വിചാരിക്കുന്ന കാര്യങ്ങളും അവരുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയെ മാത്രമേ ഇതിൽ വിചാരിക്കാൻ പാടുള്ളൂ. നിങ്ങളെ അറിയാത്ത ഒരാളെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. നിങ്ങൾ വിചാരിച്ച വ്യക്തി നിങ്ങൾക്ക് വളരെ വിശ്വസ്തനായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന ആളോ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവോ അതല്ലെങ്കിൽ ഒരു സമയത്ത് നല്ല അടുപ്പമുള്ള വ്യക്തിയായിരുന്നു, എന്നാൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അങ്ങനെ നിങ്ങളുമായി വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയെ മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടിയത് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് മനസ്സിൽ വിചാരിച്ച് ഇഷ്ടദൈവതയോട് ഒന്ന് പ്രാർത്ഥിച്ച് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു. ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലങ്ങൾ. അതുപോലെ എല്ലാ തൊടുകുറി ഫലങ്ങളും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിലെ ഒരു ചിത്രം സെലക്ട് ചെയ്യുക. ഇതിലെ ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ് ആദ്യം പറയാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾ തമ്മിൽ പരസ്പരം വലിയൊരു തീക്ഷ്ണമായ അല്ലെങ്കിൽ ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. നിങ്ങൾ പരസ്പരം എപ്പോഴും ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. പരസ്പരം ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ, അതായത് ആ വ്യക്തി അറിയാതെ ഒരു കാര്യങ്ങളും നിങ്ങൾ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിക്കും അങ്ങനെ തന്നെയാണ്. ആ വ്യക്തിയെ ഒരു നിമിഷം പോലും കാണാതിരിക്കുന്നത് നിങ്ങൾക്ക് വലിയ വിഷമം തന്നെയാണ്. ഈ കാർഡിലൂടെ വ്യക്തമാകുന്ന സൂചന നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേ അളവിൽ തന്നെയാണ് പരസ്പരമുള്ള സ്നേഹം എന്നതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ആരൊക്കെ എതിർക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ആ ബന്ധത്തിൽ വിള്ളലുകൾ വരുത്താൻ ആരൊക്കെ ശ്രമിച്ചാലും അവരെ ആരെയും നിങ്ങൾ വകവെക്കാറില്ല എന്നതാണ്. നിങ്ങൾ നിങ്ങളുടേതായ ലോകത്ത് കഴിയുമ്പോൾ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾ മുന്നോട്ട് പോയാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്തെന്നാൽ നിങ്ങൾ അങ്ങോട്ട് കാണിക്കുന്ന സ്നേഹവും കരുതലുമൊക്കെ തിരിച്ചിങ്ങോട്ട് ലഭിക്കണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത്. ചിലപ്പോൾ ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് അങ്ങനെ പെരുമാറാൻ സാധിച്ചില്ലെന്ന് വരാം. അതായത് നിങ്ങളോടുള്ള ആ സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും അത് അതുപോലെ ചില സാഹചര്യങ്ങളിൽ പുറത്ത് കാണിക്കാൻ പറ്റാറില്ല. ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. ഈ ഒരു കാർഡ് നൽകുന്ന സൂചനയും അതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കണം അല്ലെങ്കിൽ എപ്പോഴും അടുത്തുണ്ടാവണം എന്നാണ്. ആ വ്യക്തി തന്നോടല്ലാതെ മറ്റാരോടും അടുപ്പം കാണിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. തീർച്ചയായിട്ടും അത് പരസ്പരമുള്ള ഒരു സ്നേഹത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അത്തരത്തിലുള്ള പിടിവാശി നിങ്ങൾ കുറയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അത് വിള്ളൽ വീഴ്ത്തും. അത് പതുക്കെ പതുക്കെ ചില അകൽച്ചയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളെ അകറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അവസരമായി മാറും. രണ്ടുപേരും സാഹചര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ, വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ആ ബന്ധത്തിനെ ഒരു ശക്തിക്കും തകർക്കാനാവില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കുക, ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ ആ മനസ്സിലില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു ചിന്തയാണ്. നിങ്ങളെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ മാത്രമാണ് ആ വ്യക്തിക്കുള്ളത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ പറ്റിയുള്ള റീഡിങ്. ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമാണെങ്കിൽ നിങ്ങളെപ്പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾക്കിടയിൽ വ്യക്തമായ ഒരു അകൽച്ച ഇവിടെ കാണുന്നുണ്ട്.
പക്ഷേ ഈയൊരു അകൽച്ചയിൽ പലപ്പോഴും നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ പരസ്പരം അടുത്തിരിക്കുമ്പോഴും മറ്റു പല ചിന്തകളിലുമാണ് കഴിയുന്നത്. നിങ്ങൾ പരസ്പരം അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. എന്നാൽ ഒരാൾ പറയുന്ന കാര്യം പലപ്പോഴും മറ്റേയാൾ ശ്രദ്ധിക്കാറില്ല എന്നത് സത്യമായ കാര്യമാണ്. രണ്ടുപേരും അവരവരുടേതായ ജോലികളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. നിങ്ങളോട് ആ വ്യക്തിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ കരുതലാണ്, സ്നേഹമാണ്. എന്നാൽ പലപ്പോഴും അത് പുറത്ത് കാണിക്കുന്നില്ല. നിങ്ങളുടെ സാമീപ്യം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ വ്യക്തിയുടെ പെരുമാറ്റം കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നാറുണ്ട് നിങ്ങളോട് ആ വ്യക്തിക്ക് സ്നേഹമുണ്ടോ എന്നൊക്കെ. ആ വ്യക്തിക്കും അങ്ങനെ ചിലപ്പോൾ തോന്നാറുണ്ട് എന്നൊരു സൂചന കൂടി ഈ കാർഡിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ വ്യക്തികൾ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളെപ്പറ്റി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ ഒരുമിച്ച് അടുത്തിരിക്കുമ്പോഴും പരസ്പരം ശ്രദ്ധ കൊടുക്കാതെ വരുന്ന സാഹചര്യത്തിൽ, അതിപ്പോൾ മറ്റേത് ജോലിത്തിരക്കുകൾ മൂലമാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ അവരുടെ അടുത്ത് വേണമെന്ന് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞും ഇരിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരിൽ നിന്ന് അകന്നിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വേദന തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കുന്ന ആ വ്യക്തി ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് ജീവിക്കുന്ന ഒരു ആളാണ്. നിങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ പല കാര്യങ്ങളിലും കുറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ വ്യക്തിയെ തള്ളിപ്പറയാനായി നിങ്ങൾക്ക് സാധിക്കില്ല. എന്തൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ അവരെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവർക്കും. നിങ്ങൾ അത് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവർക്ക് ഇതിൽ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയ ഒരു കാര്യം, നിങ്ങളെ പിരിഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ അകന്നു നിൽക്കുന്നത് ഓരോ സമയവും ആ വ്യക്തി നീറിക്കൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിക്ക് അത് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നിങ്ങളുടെ ഒരു മൗനം പോലും ഒരു വേദനയാണ് ആ വ്യക്തിക്ക്. പലപ്പോഴും നിങ്ങളെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. നിങ്ങളെ ഒട്ടും സ്നേഹിക്കുകയോ കരുതലോടെ കാണുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ആ വ്യക്തിയുടെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മൂലമാണ് എന്ന് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ഭയവും വേണ്ട. എല്ലാം നന്നായി തന്നെ വരും. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാൽ നിങ്ങൾ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിങ്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.